ഞാൻ സ്ത്രീകളെ സ്വയം തൊഴിൽ പര്യാപ്തമാക്കാനുള്ള ഒരുപാട് മോട്ടിവേഷണൽ വീഡിയോസൊക്കെ യൂട്യൂബിലിടാറുണ്ട്. അപ്പോൾ ആ സമയത്ത് ഞാൻ നേരിടുന്ന ഒരുപാട് വലിയ ചോദ്യമാണ് എന്താണെന്ന് വെച്ചാൽ, സ്ത്രീകൾക്ക് ജോലി ഇല്ലയെന്ന് വെച്ചിട്ട് എന്താണ് സംഭവിക്കാനുള്ളത്, ജോലിയില്ലാത്ത സ്ത്രീകളും ജീവിക്കുന്നില്ലാണ്. അപ്പോൾ ആ ഒരു ചോദ്യം എന്താ പറയുക, ആ ചോദ്യം തന്നെ അനാവശ്യമാണ്. സ്ത്രീകൾക്ക് ജോലി ഇല്ല എന്നുണ്ടെങ്കിൽ ജീവിക്കാൻ പറ്റില്ല എന്ന് വെച്ചാൽ ജോലിയില്ലാത്ത പുരുഷന്മാരും ജീവിക്കുന്നില്ലേ? അപ്പോൾ അതുകൊണ്ട് ജോലി എന്നുള്ള കാര്യത്തിൽ സ്ത്രീ പുരുഷനൊന്നുമില്ല. പക്ഷേ ജോലി ഇല്ലാത്തവർ സ്ത്രീകളായാലും പുരുഷന്മാരായാലും നേരിടേണ്ടി വരുന്ന വലിയൊരു സംഭവം എന്താണ്? അവഗണന. മറ്റുള്ളവർക്കൊക്കെ എന്താവും, ഇത് ഒരു പണിയില്ലാതെ നേരം വെളുത്ത് വൈകുന്നേരം ആവുള്ളൂ അങ്ങനെ നമ്മൾ കൊണ്ടുവരുന്നത് തിന്ന് മുടിപ്പിക്കുന്നൊരു ഐറ്റംസ് ആണെന്നുള്ളൊരു ചിന്ത ഉണ്ടാവും. ഒന്നാമത്തത്. രണ്ടാമത്തത്, നമ്മുടെ അത്യാവശ്യം പോലും മറ്റുള്ളവർക്ക് എന്താവും, അനാവശ്യമാവും. നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം ചിലപ്പോൾ മറ്റുള്ളവർക്ക് അനാവശ്യ ചിലവായിട്ടാവും തോന്നുക. നമ്മളൊരു സ്വയം ജോലിയുള്ള ഒരാളാകുമ്പോൾ നമ്മുടെ വാക്കുകൾക്ക്, നമ്മുടെ സമയങ്ങൾക്കൊക്കെ മറ്റുള്ളവരുടെ ഇടയിൽ ഒരു വില ഉണ്ടാവും. അതൊന്നും ഇല്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മളൊരു ജോലിയുള്ള ആളാണ്, നമ്മൾ ബാധിക്കുന്ന ഒരാളാണെങ്കിൽ അവൾ വരണമെന്നുണ്ടെങ്കിൽ അവൾക്കിന്ന് ലീവില്ല എന്നുള്ളൊരു ടോക്ക് ഉണ്ടാവും. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ളവരുടെ കാര്യം നോക്കിക്കോളി, ഓളെന്നും ഫ്രീ ആണെന്ന് പറയും. ഇതൊക്കെ അനുഭവിച്ചവർക്ക് പറഞ്ഞാൽ മനസ്സിലാവും. അനുഭവിക്കാത്തവർക്ക് ഇതൊക്കെ എന്താ പറയുക, വായാടിത്തരാണ്, അഹങ്കാരമാണെന്നൊക്കെ ഉള്ളതാവും. അപ്പോൾ നിങ്ങൾക്കിതിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ജോലി ഇല്ലാഞ്ഞിട്ട് നിങ്ങൾ നേരിട്ട് എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അത് കമൻ്റായിട്ടിടുക. നമ്മളെപ്പോലുള്ളവരിങ്ങനെ പറയുന്നത് എന്തുകൊണ്ടാണെന്നുള്ളത് മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള കമൻറ്റ് നിങ്ങളടുത്ത് പ്രതീക്ഷിക്കുന്നു. ഇനി അതല്ല, ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ അത് നിങ്ങൾ കമൻ്റായിട്ടിടാം. ഞാനെന്നും എന്താ പറയുക, ഇനി നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ അനുഭവിച്ച കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ കാര്യം ഒഴിവാക്കി തരില്ല. ഓക്കെ, നിങ്ങളുടെ സേവ് എന്താണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ഇടാം. അതിനെ കൂടെ നമ്മളെ ഈ പേജ് ഫോളോ ചെയ്യാൻ കൂടി മറക്കരുത്. താങ്ക്